അപ്പോൾ മച്ചാന്മാരെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് ആണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് വൺ പീസ് ക്ലോസറ്റ് ആണ്. അതുപോലെ ഇവിടെ വരുമ്പോൾ വാൾ മിക്സർ ആണ്. അപ്പോൾ നമുക്കൊരു ബാത്റൂം ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന തറയിൽ കാണുന്ന പൊടിയെല്ലാം നമ്മൾ ഇതേപോലെ ഒരു ചൂലെടുത്ത് വെച്ച് തൂത്ത് വൃത്തിയാക്കും. അല്ലെങ്കിൽ നമ്മൾ പ്ലഗ് എല്ലാം തുറക്കുമ്പോൾ ഇതിനകത്ത് ലൈനിൽ നിൽക്കുന്ന വെള്ളം തറയിലായ ഫുള്ള് ചെളിയാവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ടൈൽസിൻ്റെ പണിക്കാർ തന്നെ ഇവിടെ ഗ്രാറ്റിങ്സ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ചില സ്ഥലത്ത് നമ്മളാണ് ഇടുന്നത്, ഈ സൈറ്റിൽ അവർ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഗ്രാറ്റിങ്സ് ഉറപ്പിക്കുമ്പോൾ അവർ മുകൾ ഭാഗം മാത്രം വൃത്തിയാക്കിയിടും. ഇപ്പോൾ ഇതിനകത്ത് ഇവർ കട്ട് ചെയ്യുന്ന ചാന്ത് പൊടിയെല്ലാം അകത്തുണ്ട്. നമുക്ക് അത് ആദ്യം ക്ലീൻ ചെയ്യണം. അകത്ത് ചാന്തെല്ലാം ഇറങ്ങി കിടക്കുകയാണ് അകത്ത്. അവർ സ്പേസർ വരെ ഉണ്ട് ഇതിനകത്ത്. അത് കൈ ഇറങ്ങാനാണ് പാട്. ചാന്തെല്ലാം സെറ്റ് ആയിക്കണേ. നമ്മളെ ട്രാപ്പെല്ലാം അകത്തിരുന്ന് വേസ്റ്റെല്ലാം മാറ്റി അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഒഴിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും അകത്ത് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ പ്ലഗിൻ്റെ സൈഡിൽ ഗ്രൗണ്ട് എല്ലാം ആയിരിക്കും. ഇതുപോലെ നമ്മൾ ഫ്ലാറ്റ് വിറ്റും ചെറിയ ചിറ്റിയിലെടുത്ത് തട്ടി ഇളക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ പ്ലഗിൻ്റെ സൈഡിൽ ഇരുന്ന ഗ്രൗണ്ട് എല്ലാം നമ്മൾ അടിച്ച് ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മളടുത്ത് വൈറ്റ് സിമെൻ്റാണ് വയ്ക്കാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ അകത്ത് ത്രെഡിലൊന്നും ആയിട്ടില്ല. വൈറ്റ് സിമെൻറ്റ് നമ്മൾ വച്ചില്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ ചുമര് കഴുകുന്ന സമയത്ത് വെള്ളം ഈ ടൈൽസിൻ്റെ ഇടയിൽ കൂടെ അകത്ത് കയറും. അകത്ത് കയറിയാലും അകത്ത് വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ വൈറ്റ് സിമെൻറ്റ് വെച്ചാൽ അത്രയ്ക്കുള്ള സേഫ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ നമ്മൾ പോയിന്റിലെല്ലാം നമ്മൾ വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ടുണ്ട്, എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ തറയിലെ കായ് കിടക്കുന്ന വൈറ്റ് സിമെൻറ്റ് പൊടികളെല്ലാം ഒന്നുകൂടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കും.
അപ്പോൾ മച്ചാമാരെ ഇനി അടുത്ത് നമ്മൾ ആംഗിൾ വാല്യൂ ഇടാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ഫിറ്റിങ്സ് എല്ലാം പേര് വേറിൻ്റെ ഫിറ്റിങ്സ് എല്ലാം വന്നിട്ടുള്ളത്. ഈ ഫിറ്റിങ്സിനോട് തന്നെ നമുക്ക് ഇതുപോലെ കപ്പെല്ലാം വരുന്നുണ്ട്. അത് നമ്മൾ ഒരെണ്ണം ഇട്ട് പോയിന്റിൽ കറക്റ്റാണ് നോക്കണം. ത്രെഡ് നീളം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നോക്കണം. ഇവിടെ കറക്റ്റാണ്, ചേരുന്നുണ്ട്. ഇത് നമ്മുടെ ഹെൽത്ത് ഹൗസിൻ്റെ പോയിന്റാണ്. അപ്പോൾ നമ്മൾ ആംഗിൾ വാല്യൂ താഴോട്ടാണ് ഇടുന്നത്. ഓക്കെയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആംഗിൾ വാല്യൂവിൻ്റെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഹെഡ് ഷവർ ഇടണം. ഇവിടെ നമുക്ക് ഹീറ്റർ വെക്കാനുണ്ട്. ഇവിടുത്തെ ക്ലയൻറ്റ് ഉപയോഗിച്ചിരുന്ന ഒരു ഹീറ്ററുണ്ട്. അത് നമ്മളിവിടെ ഡ്രിൽ ചെയ്ത് വെക്കും. അതുപോലെ ഇനി അടുത്ത് നമുക്ക് ഇവിടെ ഷവർ പിടിപ്പിക്കാം. ഇവിടെ ഷവർ വരുമ്പോൾ പേര് വരുന്ന ഷവറാണ്. അത് ആം ഇതിൻ്റെ കൂടെയുള്ളതാണ്, ഫുള്ള് സെറ്റാണ്. സെപ്പറേറ്റ് ആമൊന്നും അല്ല വരുന്നത്. നമ്മൾ ഷവറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഈ കാണുന്ന ബെൻഡ് മിക്സർ പിടിപ്പിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ 3-in-1 ബെൻഡ് മിക്സറാണ്. ഹാൻഡ് ഷവർ ഉള്ളതാണ്. എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള ബെൻഡ് മിക്സറും പേര് വരുന്ന കമ്പനിയാണ്. അതാണ് നമ്മുടെ ലെഗ്. അതിനോട് തന്നെ വാശവുമുണ്ട്. ഇതാണ് നമ്മുടെ മിക്സർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2-in-1. ഇവിടെ നമ്മൾ ഹാൻഡ് ഷവർ ഫിറ്റ് ചെയ്യും. ഇത് ഫിറ്റ് ചെയ്യാൻ നമുക്ക് സ്പാനറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പോയിന്റിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം.
നമുക്ക് ഈ ചുവരിൽ നിന്ന് ഈ പോയിന്റും നമ്മളിപ്പോൾ വരച്ച വരയും സെയിം ആയിരിക്കും. അത് നമ്മൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യും. നമ്മൾ മിക്സർ കറക്റ്റ് സെൻറ്റർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തേ. അടുത്ത് നമ്മൾ ഈ ലെഗ് വെച്ച് രണ്ട് സൈഡ് ടഫൊന്നും ചുറ്റാതെ ആദ്യം വെറുതെ ഒന്ന് വെച്ച് നോക്കും നമ്മൾ. നമ്മൾ നേരത്തെ ഈ പിടിച്ച സെൻറ്റർ ഇവിടെ ഇപ്പോൾ കറക്റ്റാണ്. 21 ഇഞ്ച് വന്നിട്ടുണ്ട് സെൻറ്റർ. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ലെഗ് നീളം കട്ട് ചെയ്യാൻ ഉണ്ടായില്ലേ നോക്കണം. അതുപോലെ ഒരു കപ്പ് എടുത്തിട്ട് നമുക്കിട്ട് നോക്കണം. അത് കട്ട് ചെയ്യാനില്ല. അപ്പം നമ്മളിവിടെ നേരത്തെ വരച്ചതുപോലെ സെൻറ്ററാണ് വന്നിട്ടുള്ളത്. സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ കപ്പിടാം. നമ്മുടെ വാഷറാണ്. വാഷറിലും കറക്റ്റ് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇങ്ങനെ കറക്റ്റായിരിക്കാൻ വേണ്ടി. ചില കമ്പനിക്ക് ഇത് മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ ടൈറ്റ് ആക്കിയിട്ടില്ല, വെറുതെ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ലെഗ് പഠിപ്പിക്കാം. ഇതാദ്യം ലെഗ് നമ്മൾ ഇട്ടിട്ട് ഇതിൻ്റെ ത്രെഡ് നല്ല നീളമുണ്ട്, നമ്മൾ കട്ട് ചെയ്യാണ്ടെന്ന് നോക്കണം. അപ്പം നമുക്ക് ഇപ്പോൾ പ്ലാറ്റ് ഇടുമ്പോൾ ഇത് കട്ട് ചെയ്യാനില്ല, കറക്റ്റാണ് ആ ത്രെഡ് നിൽക്കുന്നത്. നമുക്ക് ടഫിന് വേണ്ടി ടൈറ്റ് ചെയ്യാം. ഓക്കെയാണ്. ഇനി നമുക്കിതിൻ്റെ ബെൻഡ് വെച്ച് നോക്കാം. ബെൻഡ് കണ്ട് ഈ കാണുമ്പോൾ നീളമുണ്ട്. നമ്മളിവിടെ നിന്ന് സെൻറ്റർ ടു ഇവിടെ സെൻറ്റർ വരെ ഇതിൻ്റെ സെൻറ്റർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ലെഗ് അഡ്ജസ്റ്റ് ചെയ്താൽ ഇത് പൊങ്ങും താഴും. അതിനാണ് ഈ ലെഗ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, നീളമുണ്ട്. നമുക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത്ര ഭാഗം കുറയും. നമ്മളതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം തീരെ കുറച്ചല്ല നമ്മൾ മാർക്ക് ചെയ്തിട്ടല്ല, ഒരു പൊടിക്ക് കൂടുതലാണ്. രണ്ടാമതും കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറയ്ക്കാം. പക്ഷേ കട്ട് ചെയ്ത് കുറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കട്ട് ചെയ്യാം.
നമ്മൾ ബെൻഡെല്ലാം ഈ കാണുമ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാഷറിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിലെല്ലാം നമ്മൾ നേരത്തെ തന്നെ വാഷർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാം നമുക്ക് നല്ലോണം സ്പാനിട്ട് ടൈറ്റ് ചെയ്യാം. നമ്മൾ ഈ കാണുമ്പോൾ എല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സെൻറ്ററാണ് കറക്റ്റ് ഈ ബെൻഡ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതിൽ ഹാൻഡ് ഷവർ പിടിപ്പിക്കാം. ഇതാണ് നമ്മൾ ഹാൻഡ് ഷവർ. നമ്മൾ ഇവിടെ റൈറ്റ് സൈഡാണ് ഹാൻഡ് ഷവർ വയ്ക്കുന്നത്. ഈ ഒരു ഹൈറ്റിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ. ഇവിടെ നമ്മൾ ഈ ഹാൻഡ് ഷവർ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മിക്സറിൻ്റെ ഇപ്പോൾ കുറച്ചുകൂടെ നല്ല ലുക്കായത്. ഈ ഹാൻഡ് ഷവർ വന്നപ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ 8mm ബെറ്റിട്ടാണ് അടിക്കുന്നത്. 8mm ഫിഷറാണ് വയ്ക്കുന്നത്. ഇതുപോലെ വാട്ടർ ഹീറ്ററിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാം. ഇതാണ് നമ്മളിവിടെ വയ്ക്കുന്ന 1 പീസ് ക്ലോസറ്റ്. 220mm ക്ലോസറ്റാണ്. പേര് വരുന്ന വിവേ എന്നാണ് മോഡലിൻ്റെ പേര്. നമ്മൾ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വയ്ക്കാനുള്ളത് ഈ കാണുന്ന വാഷ് ബേസിൻ നമുക്ക് വച്ചിട്ടില്ല. ഇവിടെ വരുമ്പോൾ കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് വയ്ക്കുന്നത്. ഇവിടെ കൗണ്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് പിന്നീടാണ് സെറ്റ് ചെയ്യുന്നത്. ബാക്കി വച്ചതെല്ലാം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മിക്സർ. നമ്മളിവിടെ വാട്ടർ ഹീറ്ററെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോറാണ് ഈ ബാത്റൂം വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രഷർ പമ്പൊന്നും വച്ചിട്ടില്ല. നമ്മൾ ഹെൽത്ത് ഹൗസിൻ്റെയൊക്കെ കാണുമ്പോൾ അത്യാവശ്യം സ്പീഡുണ്ട്. ഇതാണ് നമ്മുടെ ടവൽ റാഡ്. നമ്മൾ ക്ലോസറ്റ് വന്നിട്ട് വേറെ വല്ല സൈഫോണിക് ക്ലോസറ്റാണ്. നമുക്കൊന്ന് ഫ്ലഷ് ചെയ്യാം. കറക്റ്റ് നമ്മൾ ഈ ബാത്റൂമിൻ്റെ പുറകിൽ തന്നെ എയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ബാത്റൂമിൻ്റെ ഫിറ്റിങ്സിനെ കുറിച്ചാണ്. ഇനി നമ്മളതേപോലെ ഈ ബെൻഡ് മിക്സർ വയ്ക്കുന്നതും ഈ ക്ലോസറ്റ് വയ്ക്കുന്നതും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.